നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. സെൻസെക്സും നിഫ്റ്റിയും അവയുടെ സർവകാല റെക്കോർഡ് ഉയരത്തിൽ നിന്ന് വെറും 6 മുതൽ 7% മാത്രമാണ് ഇടിഞ്ഞതെങ്കിലും കഴിഞ്ഞ 18 മാസമായി ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഭൂരിഭാഗം ഓഹരികളെയും ബാധിക്കുന്ന ശക്തമായ ഒരു ബിയർ മാർക്കറ്റ് നിശബ്ദമായി നിലനിൽക്കുന്നുണ്ട്. വിപണി മൂല്യം 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ 64%-ലധികം ഓഹരികളും അവയുടെ എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ നിന്ന് 30%-മോ അതിലധികമോ ഇടിഞ്ഞു കഴിഞ്ഞു. ഏകദേശം 78% ഓഹരികളും 20%-ലധികം ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 1000 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഏകദേശം 80%-വും ഇപ്പോൾ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലാണ്. ഇതിൽ ചെറിയ കമ്പനികളെ കൂടി ഉൾപ്പെടുത്തിയാൽ ചിത്രം ഇതിലും ഭയാനകമാകും. മൊണാർക്ക് AIF പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണിത്. കഴിഞ്ഞ 1.5 വർഷമായി ഇന്ത്യൻ വിപണിയിൽ ദൃശ്യമാകുന്ന പെക്യുലിയർ ഫിനോമിനെ കുറിച്ച് ഈ റിപ്പോർട്ട് വിവരിക്കുന്നു. ചുരുക്കം ചില വൻകിട ഓഹരികളുടെ കരുത്തിൽ സൂചികകൾ ഉയർന്ന നിലയിൽ തുടരുമ്പോഴും നൂറുകണക്കിന് ചെറുകിട ഇടത്തരം കമ്പനികൾ നിശബ്ദമായി തകർന്നടിയുന്ന, ഒരേ സമയം സമയവും മൂല്യവും ക്രമീകരിക്കപ്പെടുന്ന ഒരു ഘട്ടമാണിത്. ഇത്തരമൊരു വ്യതിയാനം വിപണിയിൽ വളരെ അപൂർവമാണെന്ന് ആ സ്ഥാപനം നിരീക്ഷിക്കുന്നു. ഇതിനിടയിൽ ഇറാനെതിരെയുള്ള അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങൾ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിന്റെ ഫലമായി തിങ്കളാഴ്ചയും സെൻസെക്സ് 1000 പോയിന്റിലധികം ഇടിയുകയും നിഫ്റ്റി 24,900 താഴെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നും നമുക്ക് അതേ തകർച്ച കാണാൻ സാധിച്ചു. 18 മാസമായി തുടരുന്ന നിശബ്ദമായ ഓഹരി വിറ്റഴിക്കൽ മൂലമുണ്ടാകുന്ന ആഘാതത്തിന് പുറമെ ക്രൂഡ് ഓയിൽ വിലവർദ്ധനവും പശ്ചിമേഷ്യൻ സംഘർഷവും പടരുമെന്ന ഭീതിയും ഇപ്പോൾ നിക്ഷേപകർക്ക് ഇരട്ടി വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ട്രസ്റ്റ് ലൈൻ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും സിഇഒയുമായ ഫണ്ട് മാനേജറുമായ അരുണഗിരി N പറയുന്നത് ഇങ്ങനെയാണ്: ഇത് ഒരു വലിയ തകർച്ചയേക്കാൾ ഉപരിയായി വിപണിയിലെ ചെറുകിട ഇടത്തരം ഓഹരികളിൽ നിശബ്ദമായി നടക്കുന്ന ഒരു വിറ്റഴിക്കലായിട്ടാണ്, അഥവാ സ്റ്റീൽത്ത് സെൽ ഓഫ് ആയിട്ടാണ് തോന്നുന്നത്. ചരിത്രപരമായി നോക്കിയാൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ വേദനാജനകമാണെങ്കിലും ദീർഘകാല നിക്ഷേപത്തിനുള്ള അവസരങ്ങൾ നിശബ്ദമായി രൂപപ്പെടുന്നത് ഇത്തരം സമയങ്ങളിലാണ്. വിപണിയിലെ ഈ അമിതമായ പ്രതികരണത്തിന് അദ്ദേഹം 3 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഗ്രൂപ്പ് പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ UPL ഓഹരികൾ 18%-ലധികം ഇടിഞ്ഞിരുന്നു. ഉയർന്ന കടബാധ്യത നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമായിരുന്നിട്ടും നിലവിൽ ചെറിയ റിസ്കുകളെ പോലും വിപണി പെരുപ്പിച്ച് കാണിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിതെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ 590 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നേക്കാമെന്ന വാർത്തയെ തുടർന്ന് IDFC ഫസ്റ്റ് ബാങ്കിന് വിപണി മൂല്യത്തിൽ 14,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ഡിഷ്മാൻ കാർബൺ ആംസിസ് എന്ന കമ്പനിയുടെ റേറ്റിംഗിൽ വന്ന ചെറിയൊരു കുറവ് കാരണം ഓഹരി വില 10%-ലധികം ഇടിഞ്ഞു. ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വിപണി ഇപ്പോൾ ചെറിയ തെറ്റുകൾ പോലും ഒട്ടും മാപ്പ് നൽകാത്ത അവസ്ഥയിലാണ്, അരുണഗിരി കൂട്ടിച്ചേർക്കുന്നു. എങ്കിലും ഈ തകർച്ചയ്ക്കിടയിലും ചില മാറ്റങ്ങൾ പ്രകടമാണ്. മൊണാർക്ക് AIFലെ വിശകലന പ്രകാരം 1000 കോടി രൂപയ്ക്ക് മുകളിൽ വിപണി മൂല്യമുള്ള കമ്പനികളിൽ ഏകദേശം 36%-വും ഇപ്പോൾ 25 ടൈംസിന് താഴെയുള്ള PE മൾട്ടിപ്പിളിലാണ് വ്യാപാരം നടത്തുന്നത്. 2024 സെപ്റ്റംബറിൽ ഇത് വെറും 25% മാത്രമായിരുന്നു. വേഗത്തിൽ വളരുന്ന പല ചെറിയ കമ്പനികളും ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു വർഷത്തെ ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് 1 ഇയർ ഫോർവേഡ് PE 20 ടൈംസിൽ താഴെ നിരക്കിൽ ലഭ്യമാണ്. വിപണിയിലെ ഈ വിറ്റഴിക്കലിനിടയിൽ മറിഞ്ഞുപോയ ചെറുകിട കമ്പനികളുടെ കരുത്തുറ്റ അടിത്തറയെക്കുറിച്ചും, അഥവാ ഫണ്ടമെന്റൽ സ്ട്രെങ്തിനെ കുറിച്ചും ഈ സ്ഥാപനം ചൂണ്ടിക്കാണിക്കുന്നു. വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ താഴെ തട്ടിലുള്ള പകുതി കമ്പനികളുടെ നികുതിക്ക് മുൻപുള്ള ലാഭം 2019-നും 2025-നും ഇടയിൽ ഏകദേശം 20%-ന്റെ CAGR വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയത്. അറ്റാദായമാകട്ടെ 25%-ന്റെ വളർച്ചയിലാണ്. ഈ കമ്പനികളുടെ അറ്റക്കടവും ഓഹരി മൂല്യവും തമ്മിലുള്ള അനുപാതം, അഥവാ നെറ്റ് ഡെപ്റ്റ് ടു ഇക്വിറ്റി, കേവലം 0.13 ടൈംസ് ആയി കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ വരുമാന വളർച്ച പരിശോധിച്ചാൽ മുൻനിര കമ്പനികളുടെ 11%-ത്തേക്കാൾ മികച്ച 14% വളർച്ചയാണ് താഴെത്തട്ടിലുള്ള കമ്പനികൾ കൈവരിച്ചിരിക്കുന്നത്. പലിശ നിരക്ക് കുറയ്ക്കുന്നത് വിപണിക്ക് കൂടുതൽ കരുത്തേകുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പലിശ നിരക്കിൽ 100 ബേസിസ് പോയിന്റിലധികം കുറവ് വരുത്തിയ ഓരോ ഘട്ടത്തിന് ശേഷവും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ശക്തമായി തിരിച്ചുവരവ് നടത്തിയതായി മൊണാർക്ക് AIF നിരീക്ഷിക്കുന്നു. ചെറുകിട കമ്പനികൾക്ക് കുറഞ്ഞ ചെലവിൽ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ, അഥവാ ഓപ്പറേറ്റിംഗ് ലെവറേജ് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് മികച്ച ലാഭത്തിലേക്കും വരുമാന വളർച്ചയിലേക്കും നയിക്കും. 4-ാം പാദത്തിൽ കമ്പനികളുടെ ലാഭക്ഷമത ഇനിയും മെച്ചപ്പെടുമെന്ന് സ്ഥാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. ലേബർ കോഡ് വ്യവസ്ഥകൾ മൂലം 3-ാം പാദത്തിലെ അറ്റാദായം ഭാഗികമായി കുറഞ്ഞിരുന്നു. കൂടാതെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ പ്രഖ്യാപനങ്ങൾ കയറ്റുമതിയെ ആശ്രയിച്ച് കഴിയുന്ന ചെറുകിട കമ്പനികൾക്ക് ഗുണകരമാകും. ഇത് 2027 സാമ്പത്തിക വർഷത്തിൽ വലിയ ലാഭവിഹിത വർധനത്തിന് വഴിയൊരുക്കിയേക്കാം.
നിലവിൽ സങ്കീർണമായ ഈ സാഹചര്യത്തിലേക്കാണ് ഇറാൻ സംഘർഷം കൂടി കടന്നു വന്നിരിക്കുന്നത്. എങ്കിലും ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിലൊരു വ്യക്തത ലഭിക്കുമെന്ന് LRS സെക്യൂരിറ്റീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷത്തെ പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ പരിശോധിച്ചാൽ സംഘർഷം തുടങ്ങി ഒരാഴ്ചയ്ക്കും ഒരു മാസത്തിനും ശേഷം നിഫ്റ്റി കാര്യമായ മാറ്റമില്ലാതെ തുടരുകയും എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ 17% നേട്ടം കൈവരിക്കുകയും ചെയ്തതായാണ് കാണുന്നത്. ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ ഊർജ പ്രതിസന്ധിയിലേക്ക് വഴിമാറുമ്പോൾ മാത്രമാണ് വിപണിയിൽ വലിയ തകർച്ച ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് 2011 അറബ് വസന്തകാലത്ത് ആദ്യ മാസം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 20 മുതൽ 25% വർദ്ധിച്ചപ്പോൾ ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടായിരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധമാണ് ഇതിന് സമാനമായ മറ്റൊരു പ്രധാന ഉദാഹരണം. നിലവിലെ സംഘർഷങ്ങൾ 1-2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്നും 2023 ഒക്ടോബറിനും 2025 ജൂണിനും ഉണ്ടായതുപോലെ വിപണി ശക്തമായി തിരിച്ചു വരുമെന്നാണ് MK ഗ്ലോബലിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യയുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ബന്ധം, അതായത് ഇന്ത്യയുടെ കയറ്റുമതിയുടെ 17%, ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 55%, വിദേശത്ത് നിന്നുള്ള പണമയക്കലിന്റെ 38% ജെഫ്രീസ് എടുത്തു പറയുന്നുണ്ടെങ്കിലും ഈ പ്രാദേശിക സംഘർഷങ്ങൾ താൽക്കാലികമാണെന്നും വിപണിയിൽ ഉണ്ടാകുന്ന ഈ ഇടിവ് ഓഹരികൾ വാങ്ങുന്നതിനുള്ള അവസരമായി കാണാമെന്നും അവർ നിരീക്ഷിക്കുന്നു. ആക്സിസ് മ്യൂച്വൽ ഫണ്ടും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. വിപണി വിലയിരുത്തുന്നത് വൈകാരികമായ വശങ്ങളല്ല, മറിച്ച് പ്രതിസന്ധിയുടെ ദൈർഘ്യവും സാമ്പത്തിക ആഘാതവുമാണെന്ന് ഫണ്ട് വ്യക്തമാക്കുന്നു. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ പരിഹരിക്കാവുന്നതാണെന്നും നയപരമായ ചട്ടക്കൂടുകൾ ഭദ്രമാണെന്നും സാമ്പത്തിക വളർച്ചയെ ബാധിക്കില്ലെന്നും വ്യക്തമാകുന്നതോടെ വിപണിയിലെ ആശങ്കകൾ കുറയും. ആഭ്യന്തര ഉപഭോഗം, മൂലധന ചെലവിലെ വീണ്ടെടുക്കൽ, ഡിജിറ്റൈസേഷൻ, ഉൽപാദന മേഖലയിലെ പുനർക്രമീകരണം എന്നിവയാൽ നയിക്കപ്പെടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഭൗമരാഷ്ട്രീയ ആഘാതങ്ങൾ വെറും താൽക്കാലിക തടസ്സങ്ങൾ മാത്രമാണ്. അവ വളർച്ചയെ തകിടം മറിക്കുന്ന ഘടകങ്ങളല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തെ സംഘർഷങ്ങൾ മൂലമുണ്ടായ വിപണി ഇടിവുകളിലെ സ്ഥിരമായ ഒരു രീതിയും ഫണ്ട് ഹൗസ് ചൂണ്ടിക്കാട്ടി. മുൻകാലങ്ങളിൽ യുദ്ധങ്ങളും സംഘർഷങ്ങളും കാരണം വിപണി ഇടിഞ്ഞപ്പോൾ ഓഹരികളിൽ നിന്ന് പിന്മാറിയ നിക്ഷേപകർക്ക് അതിനുശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടായ വലിയ തിരിച്ചുവരവുകൾ പലപ്പോഴും നഷ്ടമായിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിലെ ഈ ബെയർ മാർക്കറ്റ് പ്രതിസന്ധിയിൽ അരുണഗിരിയുടെ നിർദ്ദേശം വളരെ വ്യക്തമാണ്. ഇപ്പോൾ വിപണിയിലെ ഏറ്റവും താഴ്ന്ന നില കണ്ടെത്താൻ ശ്രമിക്കാതെ മൂലധനം നിക്ഷേപിക്കാനുള്ള സമയമാണ്. ഇതിലെ വെല്ലുവിളിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കുന്നു: താൽക്കാലികമായി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ സഹിക്കാനുള്ള കരുത്ത് ഈ സമീപനത്തിന് ആവശ്യമാണ്. എങ്കിലും ഉയർന്ന വളർച്ചാ സാധ്യതയോടൊപ്പം ആകർഷകമായ ഫ്രീ ക്യാഷ് ഫ്ലോ, ഡിവിഡൻഡ് ആനുകൂല്യങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന അവസരങ്ങൾ ഇപ്പോൾ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നും മികച്ച ഓഹരികൾ തിരഞ്ഞെടുക്കാൻ ബോട്ടം അപ്പ് സ്റ്റോക്ക് പിക്കേഴ്സ് ആവേശകരമായ സമയമാണെന്നും അദ്ദേഹം വാദിക്കുന്നു. മൊണാർക്ക് AIFഉം ഇതിനോട് യോജിക്കുന്നുണ്ട്. ഒരു ബിയർ മാർക്കറ്റ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രം കാണാറുള്ള തരത്തിൽ മികച്ച ഓഹരികൾ തിരഞ്ഞെടുക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഇപ്പോൾ സംജാതമായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. പ്രധാന സൂചികൾ ഒരുപക്ഷെ വിപണിയിൽ മാന്ദ്യമുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ടാവില്ല. എന്നാൽ 80% ഇന്ത്യൻ ഓഹരികളെ സംബന്ധിച്ച് ഈ ബിയർ മാർക്കറ്റ് യാഥാർത്ഥ്യമാണ്. ഓഹരി വിപണിയിൽ വലിയ സൂചികകളെ നോക്കാതെ ഓരോ കമ്പനികളെയും അവയുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം വിശകലനം ചെയ്ത് നിക്ഷേപിക്കുന്ന രീതിയാണ് ബോട്ടം അപ്പ് സ്റ്റോക്ക് പിക്കിംഗ്. സാധാരണയായി നിക്ഷേപകർ സമ്പദ് വ്യവസ്ഥയെ മൊത്തമായി നോക്കി നിക്ഷേപം നടത്താറുണ്ട്. എന്നാൽ ബോട്ടം അപ്പ് രീതിയിൽ നിക്ഷേപകർ ശ്രദ്ധിക്കുന്നത് താഴെ പറയുന്ന കാര്യങ്ങളിലാണ്. കമ്പനിയുടെ സാമ്പത്തിക റിപ്പോർട്ടാണ് ആദ്യം. ലാഭം, കടബാധ്യത, വരുമാന വളർച്ച എന്നിവയാണ് ഇതിൽ പരിഗണിക്കുന്നത്. ആ മേഖലയിലെ മറ്റ് കമ്പനികളെക്കാൾ ഈ കമ്പനിക്കുള്ള പ്രത്യേകത എന്താണെന്ന് പരിശോധിക്കുക. കമ്പനി നടത്തുന്നവരുടെ വിശ്വാസ്യതയും കഴിവുമാണ് അടുത്തത്. നിഫ്റ്റി ഉയർന്ന നിലയിലാണെങ്കിലും 80% ഓഹരികളും താഴെയാണെന്നുള്ള കാര്യം മറക്കരുത്. ഈ സാഹചര്യത്തിൽ ബോട്ടം അപ്പ് രീതിയിലൂടെ ഓഹരികൾ തിരഞ്ഞെടുക്കുന്നത് വഴി നല്ല ലാഭമുണ്ടാക്കുന്ന കമ്പനികൾ പോലും വിപണിയിലെ പൊതുവായ ഭീതി കാരണം കുറഞ്ഞ വിലയിൽ ലഭ്യമാകും. കടബാധ്യത കുറഞ്ഞതും പണമൊഴുക്കുള്ളതുമായ കമ്പനികളെ ഈ രീതിയിലൂടെ കണ്ടെത്താം. ഇവ പ്രതിസന്ധികൾക്ക് ശേഷം വേഗത്തിൽ തിരിച്ചുവരും. എങ്ങനെ ഒരു ഓഹരി തിരഞ്ഞെടുക്കാം? നിക്ഷേപകർ പ്രധാനമായും 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. PE റേഷ്യോ ആണ് അത് ആദ്യം. കമ്പനിയുടെ ലാഭത്തിനനുസരിച്ചാണ് ഓഹരി വില എന്ന് നോക്കുന്നു. 20 ടൈംസിൽ താഴെയുള്ള ഫോർവേഡ് PE ഇതിന് ഉദാഹരണമാണ്. ബിസിനസ് ആവശ്യങ്ങൾ കഴിഞ്ഞ് കമ്പനിയുടെ കൈവശം എത്ര പണം ബാക്കിയുണ്ടെന്നുള്ളത് നോക്കാം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പാദനം നടത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ടോ എന്നതും കൂടെ നോക്കുക. വിപണി മൊത്തത്തിൽ തകർന്നു കിടക്കുമ്പോൾ ഭാവിയിൽ വലിയ വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കേണ്ട സമയമാണിത്. ദലാൽ സ്ട്രീറ്റിലെ പരിചയസമ്പന്നരായ നിക്ഷേപകർ നിശബ്ദമായി ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളും ഈ അവസരം പാഴാക്കരുത്. Yeah.